ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഇത്രയും ദിവസം വീഡിയോ ഒന്നും കാണാനില്ല എന്നൊക്കെയുള്ള ഭയങ്കര പരാതികളായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്കൊരു ചെറിയ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പനിയായി, തൊണ്ടവേദന, ജലദോഷം, ആ വേദന ഈ വേദന ഇല്ലാത്ത വേദന ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടാണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ. പക്ഷെ ഒരാളെ കാണാതെ ആകുമ്പോ ഇങ്ങനെ വിളിച്ച് ചോദിക്കുക, മെസ്സേജ് അയച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും എന്നോട് ഇഷ്ടമാണല്ലേ? ഓക്കെ. ഒരുപാട് താങ്ക് യു. കാരണം നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരും അല്ല. അപ്പൊ എന്നെ കാണാതിരിക്കുമ്പോ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ, എവിടെയാണ്, എന്തായി, എന്താണ് കാര്യം, എന്താ വീഡിയോ ഒന്നും വരാത്തത്. ഒക്കെ എന്നോട് ഇഷ്ടമുണ്ടായിട്ടല്ലേ. അതാ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് നോക്കാം. ഓഹോ. എന്റെ അമ്മോ. ഓ. അതായത് നിങ്ങളുടെ വ്യക്തി, എനിക്ക് തോന്നുന്നു ഇത് മറ്റേ സീനാണ്. ആനപ്പാറയിലെ അച്ചമ്മയുടെ സീനാണ്. ഇവിടെ തെളിയട പനിനീര്, ഇവിടെ തെളിയാനെ പനിനീര്, ആ സീനുള്ള ആളാണ്. അതായത് പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി വരച്ച വരയില് എല്ലാരും നിക്കണം. എവിടെ വരക്കണമെന്ന് അവര് തീരുമാനിക്കും. അവര് വരക്കുന്ന വരയില് എല്ലാരും നിക്കണം. അറ്റൻഷൻ സ്റ്റാൻഡർഡീസ്. അവർക്ക് ഇഷ്ടമുള്ള സമയങ്ങളിൽ അവർക്ക് അവൈലബിലിറ്റി നിങ്ങൾ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മൂഡ് സ്വിങ്സിനനുസരിച്ച് നിങ്ങൾ സംസാരിക്കണം. അവരുടേതായിട്ടുള്ള പരിപാടികളെല്ലാം നിങ്ങൾ കെയർ ചെയ്യണം. പല കാര്യങ്ങളും അവർക്ക് ഇഷ്ടമില്ലാത്തപ്പോഴൊക്കെ നിങ്ങൾ ഈ പാർക്കിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ അകലെ നിന്നൊക്കെ ചില കാര്യങ്ങൾ കൗതുകത്തോടു കൂടി നോക്കിക്കാണൂല. അതുപോലെ നിങ്ങൾ കാണാമറയത്ത് നിന്ന് നോക്കിക്കാണുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ ഒതുക്കൂലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരുന്ന ഒരു വ്യക്തി. കാരണം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രയോറിറ്റി, എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, എൻ്റെ ഞാൻ അങ്ങനെയൊക്കെയുള്ള ഒരു വിചാരം കൂടുതലുള്ള ഒരു വ്യക്തിയാണിത്. എനിക്കിതാണ് ഇഷ്ടം, എനിക്കിത് ഇഷ്ടമല്ല, എനിക്കിത് വെറുപ്പാണ്, എനിക്കിത് അങ്ങനെ, എനിക്ക് അങ്ങനെയൊക്കെയുള്ള എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, എന്നെ അങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളെ എന്തുകൊണ്ട്, ഞാൻ പറയുന്നത് എന്തുകൊണ്ട് കേൾക്കുന്നില്ല, എന്നെ എന്തുകൊണ്ട് സംശയിക്കുന്നു, എല്ലാം ഞാൻ അങ്ങനെയൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരിക്കലും മറ്റുള്ളവർ എന്ത് അനുഭവിക്കുന്നു, മറ്റുള്ളവർക്ക് എന്താണ് കാര്യങ്ങൾ, മറ്റുള്ളവരുടെ വികാരം എന്താണ്, മറ്റുള്ളവരുടെ വിചാരം എന്താണ്, മറ്റുള്ളവർ എങ്ങനെ വിഷമിക്കുന്നു, മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കെയർ ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു പരിപാടി നിങ്ങളുടെ ഈ ആനപ്പാറയിലെ അച്ചമ്മ അല്ലാന്നുണ്ടെങ്കിൽ ഈ 500 എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കാണുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പുള്ളി അല്ലെങ്കിൽ ഒരു പുള്ളിക്കാരത്തിയുടെ ഒരു കാര്യം അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ കാണുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ട് ഒരു കൂടാരം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക. ആ കൂടാരത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ ആ കൂടാരം പൊളിച്ച് നമുക്ക് രക്ഷപ്പെടാം. അതൊരു ഇരുട്ടടഞ്ഞ ഒരു കൂടാരമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ കൂടാരത്തിൽ തന്നെ ഇരുന്ന് ഇരുട്ട് ആസ്വദിക്കാം.
അതുപോലെയാണ് നിങ്ങളുടെ വ്യക്തി ആവശ്യമില്ലാത്ത വള്ളിക്കെട്ട് പിടിച്ച് വെച്ചിരിക്കുന്നത്. കാലിൽ ഇങ്ങനെ പിണഞ്ഞു കിടക്കുവാണ് ആവശ്യമില്ലാത്ത വള്ളിക്കെട്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ വ്യക്തി വിചാരിച്ചാൽ സിമ്പിളായിട്ട് അഴിച്ചുവിടാം. പക്ഷെ വ്യക്തി വിചാരിക്കണം. വ്യക്തി ഇങ്ങനെ ഞാനിങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞ് ഇരിക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കണ്ണടച്ച് ഇരുട്ടാക്കി ഇരിക്കുന്നു. എന്നിട്ട് മറ്റുള്ള ആളുകളെയൊക്കെ എന്താണ് എൻ്റെ വഴിക്ക് നിങ്ങളെല്ലാവരും നടക്കുക, എൻ്റെ ഇഷ്ടത്തിന് എന്നെ നടക്കുക, എൻ്റെ കയ്യിൽ ഇപ്പൊ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, എനിക്കിപ്പോ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, നിങ്ങൾ എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ, നിങ്ങൾ എന്താ എൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്തത് എന്താണ്, നിങ്ങൾ ശരിയല്ലല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ആണ് നിങ്ങളുടെ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്. പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ഉള്ളിലോട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതെന്ന് സ്വന്തമായിട്ട് ചിന്തിക്കുന്നില്ല. നിങ്ങളാണ് കുറ്റക്കാര്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആളുകൾ മുഖേനയാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അതാണ് എപ്പോഴും പറയുന്നത്. അല്ലാതെ പുള്ളി ഈ മച്ചമ്പിയുടെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ആനപ്പാറയിലെ കൊച്ചമ്മയുടെ കാലിൽ തളച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ ആളുടെ കാലിൽ പിണഞ്ഞിരിക്കുന്ന ആ വള്ളിക്കെട്ട് കൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടലുകൾ സ്വന്തമായിട്ട് ഏറ്റുപേടിക്കുന്നതെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നതെന്നോ മറ്റുള്ളവർക്ക് അതിങ്ങനെ പകർന്ന് ആ പ്രശ്നങ്ങൾ കൊടുക്കുന്നതെന്നോ ഒരു വിചാരവും ഒരു വിവേകവും ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ചെറിയ കുഞ്ഞുങ്ങളെ വരെ ബാധിക്കുന്നുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. കാരണം എനിക്ക് തോന്നുന്നു ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആകാൻ ആഗ്രഹിച്ച വ്യക്തിയായിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ആണിക്കല്ല് പോലെയൊക്കെ നിങ്ങൾ നോക്കിക്കണ്ട വ്യക്തിയായിരിക്കാം. ആ ഒരു കാര്യത്തിന് ഇളക്കം തട്ടിയപ്പോഴാണ് പൊതുവെ എല്ലാ കാര്യങ്ങളും ഒരു കുലുക്കം ചെറുതായിട്ട് വന്നത്. പക്ഷെ നിങ്ങളാണ് കുലുങ്ങിയത്. ഈ വ്യക്തിക്ക് ഒരു അല്ലുകുലുക്കം ഇല്ലാതെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവർ ആ ഒരു സ്വഭാവത്തിൽ ഇങ്ങനെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലോട്ട് മറ്റുള്ളവരെയും അനുസരിപ്പിക്കാൻ നോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഇടിവെട്ടൂലേ, ഭയങ്കര സൗണ്ടോടുകൂടി ഇടിവെട്ടുന്ന പോലെ ചില ആളുകൾ നല്ല രീതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചില ആളുകൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കൂല എന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് എന്താ പറയാ, ഈ ഇന്റേണലായിട്ട് ഈ അണ്ടർഗ്രൗണ്ട് വഴി പണി നടത്തൂലേ, അങ്ങനെയുള്ള പരിപാടികൾ നടത്തും. അതായത് മറ്റുള്ള ആളുകളുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിതത്തിൽ അത് ഇങ്ങനെ അതാണ് നല്ല കാര്യങ്ങൾ, അതാണ് തെളിമ, അതാണ് പ്യൂരിറ്റി ഉള്ളത് എന്ന് പറഞ്ഞ് ചെളിക്കുണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതുമൂലം ഉറക്കമില്ലായ്മ, വിഷമം, മാനസിക ബുദ്ധിമുട്ടുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരു സ്റ്റേജ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് കാണിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് ഏറ്റുമേടിച്ചാണ്, അല്ലാതെ മറ്റുള്ളവരാരും നിർബന്ധിച്ചേക്കുന്നതല്ല. നിങ്ങൾ നിർബന്ധിച്ചിരിക്കുന്നതല്ല, അല്ലെങ്കിൽ വേറെ ഇപ്പൊ എന്താ പറയാ, ഈ വ്യക്തിക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ നിർബന്ധിച്ചേക്കുന്നതല്ല. ഇതിപ്പോ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നല്ല കാര്യങ്ങളാണ് ഒരു ആള് പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഏറ്റുമേടിക്കാം. ഇത് മറ്റുള്ളവരോടുള്ള വിദ്വേഷത്തിലും ദേഷ്യത്തിലും ചീത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് മുഴുവൻ ഇങ്ങനെ ഏറ്റുമേടിച്ച് അതിങ്ങനെ അവരുടെ മുഖം കറുക്കണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് വിഷമം ആവണ്ടല്ലോ, അവർക്ക് അങ്ങനെ ആവണ്ടല്ലോ, അവരുടെ പ്രീതി നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി അത് കുടുംബത്തിൻ്റെതാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിന്റെ ഒരു എന്താ പറയാ, ഒരു അടിത്തറയിലാണെങ്കിൽ അത് കൊണ്ടുവന്ന് വെച്ച് പാകി വിത്താക്കി മുളപ്പിച്ചു അത് വലിയ വടവൃക്ഷമായിട്ട് എന്തെന്നാ പറയാ, തളർത്തു നിൽക്കുന്ന ഒരവസ്ഥ. അതിന് ഇടക്കിടക്ക് പുറത്തുനിന്നുള്ളവർ വന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം കൂടെ നിൽക്കുന്ന എന്തായിരുന്നു, കൂടെ നിൽക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണ്, ഞാൻ അവരെ ഇനിയും വിഷമിപ്പിക്കണോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഇനി ചെയ്യണം, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിൽ എനിക്കൊരു കർമ്മ ഉണ്ടാവോ, അല്ല ഇനി ഞാൻ ചെയ്യുന്നത് വിവേകപൂർവമായിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ള ഒരു ബോധം ഇപ്പോഴും വന്നിട്ടില്ല.
കാരണം നല്ല കാര്യങ്ങൾക്കല്ല ചെവി കൊടുക്കുന്നത് മുഴുവനും ഈ പറയുന്നത് പോലെ എന്താ പറയാ, മറ്റുള്ളവർ പറയുന്ന, ഇപ്പൊ തേർഡ് പാർട്ടി ആണെങ്കിൽ തേർഡ് പാർട്ടി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവര് പറഞ്ഞു കൊടുക്കുന്ന ഈ വേണ്ടാത്ത കാര്യങ്ങൾക്കാണ്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, ഇവര് പറയുന്നത് നല്ലതാണോ ചീത്തയാണോ, ഇവര് പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഉണ്ടാവും, അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ. പക്ഷെ ഈ പറയുന്ന വ്യക്തിക്ക് ഇപ്പൊ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാം. ഒരു 80% നിങ്ങളുടെ വ്യക്തികൾക്കും ഒരു പല കാര്യങ്ങളും ഈ ഭൂമിയുടെ അണ്ടറിലിരിക്കുന്ന പല പരിപാടികളും പല കാര്യങ്ങളും അറിയാം. പക്ഷെ എങ്ങനെ ഒരു വ്യക്തിനെ വിഷമിപ്പിക്കാതിരിക്കാം, അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ച് എന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തിനെ എങ്ങനെ ഞാൻ കൊണ്ടുപോകണം, എങ്ങനെ ഒരു ലൈഫ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറായവരെ ഞാൻ എങ്ങനെ നോക്കണം എന്നുള്ളൊരു കാര്യം, അതിനുള്ള വകതിരിവ് ഒട്ടപ്പൂജ്യം. അതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഈ ആവശ്യമില്ലാത്ത ആളുകളുടെ സംസാരത്തിന് കൂടുതൽ അമിത പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ഇവിടെ എന്താ പറയാ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുത്തോട്ടും തന്നുവിടുന്നത്. ഒരുപാട് ഡാർക്ക്നെസ് ഏറ്റുമേടിക്കുന്നുണ്ട് സ്വന്തമായിട്ട്. പുറമേയുള്ള ആളുകള് ഈ എന്താ പറയാ, നടുക്ക് നിന്ന് ചോര കുടിക്കുന്ന ആളുകളില്ലേ, അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് കാണുന്നത്. നിങ്ങൾ തമ്മിൽ കടിപിടി ഉണ്ടാക്കിയിട്ട് പുറത്ത് നിന്ന് ചോര കുടിക്കുക, അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യരുത്. മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ, അത് ഈ നല്ലതാണെങ്കിൽ ഏറ്റുമേടിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചെവി കൂടി കേട്ട് ആ ചെവി കൂടി വിടുക, അല്ലെങ്കിൽ ചെവി കൊടുക്കാതിരിക്കുക. പക്ഷെ ഇത് ചെവി കൂടി കേട്ട് ആ ചെവി കൂടി വിടുന്നില്ല. നോക്കട്ടെ, അത് തന്നെ. വാവ്, സോറി. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ സഹിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുകൾ വഴക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, സിറ്റുവേഷൻസിനെ പറ്റി തർക്കമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുടെ കാര്യം പറഞ്ഞുള്ള തർക്കമായിരിക്കാം, എന്തൊക്കെയോ വേണ്ടതും വേണ്ടാത്തതും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് തർക്കങ്ങൾ അങ്ങോട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പരിപാടി കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ അത്രയും ഒരു ബുദ്ധിമുട്ട് ഈ വ്യക്തിക്കില്ല. എന്ത് പരിപാടി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് ഇങ്ങനെ ആലോചിച്ച് ബുദ്ധിമുട്ടി വിഷമിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓവർ തിങ്ക് ചെയ്ത് വേറെ ഏതെങ്കിലും രീതിയിൽ കൊണ്ടെത്തിക്കും. എന്നിട്ട് നിങ്ങൾ ദൈവമേ ഇതിനൊരു അവസാനം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, കാരണം നിങ്ങളുടെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് പറയുക ഇതിനൊരു എൻഡിങ് ഉണ്ടാവൂലേ, ഈ വിഷമത്തിനൊരു എൻഡിങ് ഉണ്ടാവൂലേ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ വ്യക്തിയുടെ കയ്യിൽ 2 ഓപ്ഷൻസ് ആണ്, 2 കാര്യങ്ങളാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഈ 2 കാര്യങ്ങളിൽ ഒരെണ്ണത്തിന് മുൻതൂക്കം കൂടുതലും ഒരെണ്ണം പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ കാലിന്റെ അണ്ടറിലുമാണ്. ഒരെണ്ണത്തിന് നല്ല മുൻതൂക്കമാണ്. അപ്പൊ അതിലൊരു എന്താ പറയാ, ഇവർക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നിന്നാലും എന്താ പറയാ ഹാപ്പി ആയിട്ട് എങ്ങനെയെങ്കിലൊക്കെ അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അതിനൊരു ഹാപ്പിനെസ്സിന് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഇവര് പല രീതിയിലുള്ള പ്രകടനങ്ങൾ പ്രകടമാക്കുന്നത്, ദേഷ്യത്തിലും പല ഭാവങ്ങളിലും സംസാരത്തിലും കാര്യങ്ങളിലും. പക്ഷെ ഇതുപോലെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇവരെ പോലെയുള്ള പരിപാടികളൊക്കെ കാണിച്ചിട്ട് അങ്ങോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അങ്ങനെ പറ്റുന്നില്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു കുത്തല്, ഒരു വിഷമം, ഇതിനൊരു ദുഃഖത്തിനൊരു അറുതി വേണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു നീതി കിട്ടണം, എനിക്കൊരു ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന് എനിക്കൊരു ആൻസർ കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ വാല്യൂ മനസ്സിലാക്കണം, എൻ്റെ വില മനസ്സിലാക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു രീതി നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇവരുടെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ
സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ടുള്ള രീതിയിൽ പലതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ മേടിച്ച് സ്വന്തമായിട്ട് നമ്മളുടെ ഈ കാലിന്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നു എന്നുള്ളൊരു ബോധം വന്നിട്ടില്ല. മണ്ണ് ഒലിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇഷ്ടംപോലെ മണ്ണ് കാലിന്റെ അടിയിൽ ഉണ്ടാകും എന്ന് ഈ ആൾക്ക് ഒരു ഇന്നർ മൈൻഡിലുണ്ട്. ഇഷ്ടംപോലെ മണ്ണുണ്ടാവും. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അപ്പൊ എന്നെ താങ്ങാനുണ്ടാവും, തണലാകാനുണ്ടാവും, കുട പിടിക്കാനുണ്ടാവും. ഒരാളും ഉണ്ടാവില്ല. കുട പിടിക്കാനുണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവുന്ന ഭയങ്കര ഇതാണ്. അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. അതൊക്കെ പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ഒരു ഇമാജിനേഷനാണ്, ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻസ് ആണ്. പക്ഷെ ആക്ച്വലി പുള്ളിയുടെ അല്ലെങ്കിൽ ആ ആളുടെ കാലിന്റെ അണ്ടറിലുള്ള മണ്ണ് ഒലിച്ചോണ്ടിരിക്കുകയാണ്, സ്വന്തമായിട്ട് ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുന്നില്ല. എന്നാൽ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇല്ല, എൻ്റെ ജീവിതകാലം മുഴുവനും, ഇവരുടെ ജീവിതകാലം മുഴുവനും ഇവർക്ക് എന്നും ഇവരുടെ കൂടെയുള്ള ആളുകൾ ഈ പൊടിപ്പും തൊങ്ങലും പോലെ പല രീതിയിൽ എന്താണ് ഉരുളക്കുപ്പേരി എന്നൊക്കെ പറയണ പോലെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാകും എന്നുള്ള കൂട്ടി ഒരു നമ്മളിങ്ങനെ പിടിച്ചു വെക്കൂലേ, അതുപോലെ മൈൻഡിൽ അങ്ങനെ കുത്തി നിൽക്കുവാണ്. ദൈവം തമ്പുരാൻ ഒരു നല്ലൊരു അറിവ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇത് ഇങ്ങനെയുള്ള ഒരു പരിപാടികൾ കൊണ്ട് ഇത് പല നിയമപരിപാടികളിലോട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുടുംബം തന്നെ ബുദ്ധിമുട്ടിലാകുന്ന, അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന, അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആളുടെ സന്തോഷത്തിനും മനസമാധാനത്തിനും ജീവിതത്തിനും വരെ ബുദ്ധിമുട്ടിലാവുന്ന അവസ്ഥ ഈ ആളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ധാരാളമായിട്ട് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് നമ്മൾ ഈ എന്താ പറയാ സിനിമയിലും ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ പഴങ്ങളിലൊക്കെ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തൊക്കെ ഇങ്ങനെ കുത്തിവെക്കുന്നതൊക്കെ, ഇങ്ങനെ രാസപദാർത്ഥങ്ങളൊക്കെ. അതുപോലെ അപ്പൊ എന്താ, രാസപദാർത്ഥങ്ങളൊക്കെ അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ ഇതാക്കുമ്പോൾ പുറമേ നിന്ന് നല്ല കാണാൻ ഭംഗിയായിരിക്കും, പക്ഷെ അത് കഴിക്കുമ്പോഴായിരിക്കും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അറിയാൻ പറ്റുന്നത്. അപ്പൊ അതുപോലെ അത് ഒരു ബോധം ദൈവം അല്ലാന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പെട്ടെന്ന് കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം സ്വന്തമായിട്ട് ഒരു കാലിന്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ. ഒന്നല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകാനുള്ള ഒരു സമയമാവുന്നുണ്ട്, അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു കർമ്മ എന്ന് പറയുന്ന ഒരു പരിപാടിയിലോട്ട് പോകാനുള്ള ഒരു കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ ഇതാണ് എൻ്റെ സ്ട്രെങ്ത്, ഇതാണ് എൻ്റെ ധൈര്യം, അവനാണ് എൻ്റെ വജ്രായുധം എന്നൊക്കെ പറഞ്ഞിരിക്കൂല, അതുപോലെയുള്ള എന്തോ എക്സ്പെക്ടേഷൻസിലൊക്കെ മച്ചമ്പിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.